അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് SK മീഡിയ ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ചാനലിലായിരിക്കും ഇനി ടെക് വീഡിയോസ് ഒക്കെ വരുന്നത്. നമ്മുടെ മറ്റേ ചാനലിലൊക്കെ ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂട്യൂബിൽ എത്ര വീഡിയോ ചെയ്തിട്ടും നമുക്ക് വ്യൂസ് കിട്ടുന്നില്ല. അഥവാ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും നമുക്ക് കിട്ടുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ അധികം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. ഞാൻ വീഡിയോ ഇടുമ്പോഴും അതുപോലെ പബ്ലിഷ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് 10 to 20 വ്യൂസ് ആ റേഞ്ചൊക്കെ കിട്ടുന്നത്. പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ എന്തെങ്ങനെ വ്യൂസ് കമ്മിയാവുന്നതൊക്കെ കൊണ്ട് ഒരുപാട് ചാനലുകാരിലേക്ക് നോക്കി. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ചാനലില് 3 മാറ്റങ്ങൾ വരുത്തണം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഏതെങ്കിലും നമ്മുടെ ചാനൽ എഡിറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെ വല്ലതും നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ആണ്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലാത്തവർ നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യണം. കാരണം ഒരു യൂട്യൂബ് ചാനൽ ഉള്ള വ്യക്തി നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനും അതുപോലെ തന്നെ കണ്ടന്റ് എഡിറ്റ് ചെയ്യാനും ഒക്കെ, നിങ്ങളുടെ ഡാഷ്ബോർഡ്, റവന്യൂ അതൊക്കെ കാണാനൊക്കെ ഈ ഒരു ആപ്പ് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പല ഓപ്ഷനും യൂട്യൂബ് ഒരുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പുതിയ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒന്നുകിൽ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിന് കൂടുതൽ ഒരു 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ വെരിഫൈ ചെയ്യണം. ചാനൽ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ വെരിഫൈ ചെയ്യണം. ചാനൽ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ലോങ് വീഡിയോസ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പനയിൽ കൊടുക്കാൻ സാധിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സുകളിൽ ലിങ്കുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചർ നിങ്ങൾക്ക് ഈ ഒരു വെരിഫിക്കേഷൻ വഴി കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള തമ്പനയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീഡിയോയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തമ്പനയിൽ വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് ചക്കാന്നാണെങ്കിൽ നമ്മുടെ തമ്പനയിൽ ചിലപ്പോൾ ആനാന്നായിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വീഡിയോയെ എടുത്തു കാട്ടുന്ന ഒരു തമ്പനയിലായിരിക്കണം. വീഡിയോയിൽ പറയുന്ന ഒരു കണ്ടന്റ് ടെക്സ്റ്റ് രൂപത്തിലെങ്കിലും മിനിമം നമ്മൾ തമ്പനയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. തമ്പനയിൽ മാത്രമല്ല, ടൈറ്റിലും അങ്ങനെയായിരിക്കും. ടൈറ്റിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി തമ്പനയിലൊക്കെ കൊടുത്തു അടിപൊളിയാക്കി, പക്ഷെ ടൈറ്റിൽ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസും അതിൽ ഇംപ്രഷനും കയറാൻ ക്ലിക്ക് ത്രൂ റേറ്റ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, CTR. അതൊക്കെ കയറാൻ പാടാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തമ്പനയിൽ ആദ്യം സെറ്റാക്കണം. തമ്പനയിൽ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ടൈറ്റിൽ സെറ്റാക്കണം. രണ്ടാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത്, ചില ആൾക്കാർ ടൈറ്റിൽ അവിടെ #ടാഗ് കൊടുക്കുന്നവരുണ്ട്, മെൻഷൻ ചെയ്യുന്നവരുണ്ട്, ഡേറ്റ് കൊടുക്കുന്നവരുണ്ട്. അവരെന്തോ ചെയ്തോട്ടെ, പക്ഷെ ടൈറ്റിൽ എന്നുള്ളവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആ വീഡിയോയുടെ വീഡിയോന്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ഭാഗങ്ങൾ എടുത്ത് എഴുതാന്നല്ല, ആ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടോപ്പിക് അവിടെ കൊടുക്കണം. ഇപ്പൊ ഞാനിവിടെ ഒരു പ്രീമിയറാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. മുത്തുനബിയുടെ പേരിൽ മധുകളും എല്ലാം പറഞ്ഞിട്ട് ഒരു പ്രീമിയർ ഇന്നലെ 7 മണിക്ക് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ തമ്പനയിൽ ഏകദേശം അതിനെ എടുത്ത് കാണിക്കുന്നതായിരുന്നു. അതേപോലെ ടൈറ്റിലും. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി തമ്പനയിലും ടൈറ്റിലും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ചാനലിലേക്ക് വ്യൂസ് കൊണ്ടുവരുന്ന ഒന്നാണ് ടാഗ് എന്ന് പറയുന്നത്. ടാഗുകളും #ടാഗുകളും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആ ടാഗുകളിൽ കൂടെ നിങ്ങൾക്ക് വ്യൂസ് കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഒരു 50% അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 25% ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ ടൈറ്റിൽ കൊടുക്കുക, തമ്പനയിലൊക്കെ അടിപൊളിയായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഉറപ്പായിട്ടും എന്താവും, ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ തുടക്കക്കാർക്ക് യൂട്യൂബിൽ അത്ര വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ആകെ 10-15 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, അവർക്കാണെങ്കിൽ 100-150 വ്യൂസേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു പരാതിയെ പാടില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പം 15 വീഡിയോ കിട്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100-150 ആ റേഞ്ച് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരു 100 വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു മിനിമം ഒരു 1K to 10K റോഡായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയാണ് യൂട്യൂബ്, അങ്ങനെയാണ്.
യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നമുക്ക് 10 മില്യൺ അല്ലെങ്കിൽ 1 ലക്ഷം 10 ലക്ഷം അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്ന് നിങ്ങളുടെ വീഡിയോ അടിപൊളിയാക്കുക എന്നുള്ളത്. വീഡിയോയിൽ നിങ്ങൾ കൊടുക്കുന്ന സംഭവം അതുപോലെ തമ്പനയിൽ കൊടുക്കുന്ന സംഭവം വേറെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അൽവി മത്തിക്കറിയും പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്ന അതേ സംഭവത്തിന്റെ ഒരു ചുരുങ്ങിയ വേർഡ്സ് എങ്കിലും നിങ്ങളുടെ തമ്പനയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ടൈറ്റിലും അതേപോലെ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ടാഗുകൾ നിർബന്ധമായും കൊടുക്കണം. ടാഗുകളിൽ കൂടെ നമ്മുടെ വീഡിയോ റീച്ച് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്തായാലും ഒരു 1 മില്യൺ 10 മില്യൺ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വ്യൂസ് ഇത്തിരി കമ്മിയാണെങ്കിൽ അത് ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈറ്റിലും കാര്യങ്ങളൊക്കെ മനോഹരമാക്കുക, തമ്പനയിലൊക്കെ ബ്യൂട്ടിഫുൾ ആക്കുക. അത് നമുക്കറിയാം നമ്മളൊന്നും പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഉള്ളത് നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീണ്ടും വ്യൂസ് കമ്മി ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ നിങ്ങളുടെ വീഡിയോന്റെ കണ്ടന്റിന്റെ കുഴപ്പമായിരിക്കും. അതൊരിക്കലും നിങ്ങളുടെ തമ്പനയിലിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ടൈറ്റിലിനെ ബാധിക്കുന്നതോ ടാഗിനെ ബാധിക്കുന്നതല്ല, നിങ്ങളുടെ വീഡിയോക്കകത്തുള്ള കണ്ടന്റിനെ വേണം അത് ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അല്പമെങ്കിലും വ്യൂസ് കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതേപോലെ ടെക് വീഡിയോകൾക്കൊക്കെ ആയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ മറ്റു ചാനലിന്റെ ഇനിയും വീഡിയോസ് വരാനുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിലും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ 2 ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരേക്കും ബൈ.